ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് INC പറ്റിയാണ്. INC പറ്റി നമ്മളോട് ഇതുവരെ PSC ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ INC ഒന്ന് ജസ്റ്റ് ഒന്ന് റാങ്ക് ഫയൽ എടുക്കുക, ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും കൂടി എഫക്റ്റീവ് ആയിരിക്കും. കാര്യം നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി ഒരു ഐഡിയ കിട്ടും. എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് PSC INC നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, LGS ലെവലിൽ വരുന്നതും അതേപോലെ LDC ലെവലിൽ വരുന്നതും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇതുവരെ ചോദിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് LGSനും അതേപോലെ സെക്രട്ടേറിയറ്റ് OAക്കും അതേപോലെ കേരള ബാങ്ക് OAക്കും ഒക്കെ പറ്റുന്ന മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മുടേത്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ എന്ത് നിർദ്ദേശങ്ങളാണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അടുത്തത് ഏത് ക്ലാസ് വേണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്കൊരു ഐഡിയ കിട്ടും. അടുത്തത് ഏത് ചെയ്യണം, ഏതാണ് നമുക്ക് പാടായിട്ട് വരുന്നത് ഒക്കെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഏതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ് INC രൂപീകരിക്കപ്പെട്ടത്? 1885 ഡിസംബർ 28-നാണ് INCയുടെ രൂപീകരണം നടക്കുന്നത്. 1885 ഡിസംബർ 28. നോക്കിക്കേ, ഇതിൻ്റെ ആദ്യകാല നാമം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. ഇനി ഈ ഇന്ത്യൻ നാഷണൽ യൂണിയൻ 1884 സ്ഥാപിച്ചത് ആരാണ്? AO ഹ്യൂമാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ അസോസിയേഷൻ്റെയും അതേപോലെ AO ഹ്യൂമിൻ സ്ഥാപിച്ച ഏതിൻ്റെ ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന സംഘടനയും ചേർന്നാണ് എന്തുണ്ടായത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന INC രൂപീകൃതമായത്. അപ്പോൾ ഏതൊക്കെ തമ്മിലാണ്? ഇന്ത്യൻ അസോസിയേഷനും അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ യൂണിയനും കൂടി ചേർന്ന് 1885 ഡിസംബർ 28-നാണ് രൂപീകൃതമായത്. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി ആരാണ്? AO ഹ്യൂമും ആദ്യ പ്രസിഡന്റ് ആരാണ്? WC ബാനർജിയുമാണ്. ഇത് തിരിഞ്ഞു പോകും, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ തിരിച്ചു തരും. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി WC ബാനർജി എന്നൊക്കെ പറഞ്ഞ് തരും. അപ്പോൾ അത് അങ്ങനെയല്ല, തിരിച്ചാണ്. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി AO ഹ്യൂമും. ഇതിനി INC എന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ് ആ പേര് നിർദ്ദേശിച്ചത്. INCയുടെ ആദ്യ പ്രസിഡൻ്റാണ് ആര്? WC ബാനർജി. അദ്ദേഹം എന്താണ് 2 പ്രാവശ്യം പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. ഏതൊക്കെ വർഷമാണ്? 1885 ആയിട്ടുണ്ട്, അതേപോലെ 1892 അദ്ദേഹം പ്രസിഡൻ്റ് ആയിട്ടുണ്ട് WC ബാനർജി. ഇനി ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരായിരുന്നു? അത് ഹക്കീം അജ്മൽ ഖാനാണ്, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് എവിടെയായിരുന്നു? പൂനെയിലായിരുന്നു. പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ട്? പൂനെയിൽ പ്ലേഗ് എന്ന പകർച്ചവ്യാധി വ്യാപിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ പൂനെ നടത്താനിരുന്ന മീറ്റിംഗ് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്? ബോംബെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യ സമ്മേളനം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ്. കഴിഞ്ഞ പരീക്ഷയൊക്കെ ചോദിച്ചിരുന്നു, എന്താണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നത് ഇങ്ങനെയായിരുന്നു: ആദ്യ സമ്മേളനം, അതായത് INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെയിലായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതെന്താണ്? ശരിയായ പ്രസ്താവനയായിരുന്നു. ഇനി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളെന്ന് പറഞ്ഞാൽ 72 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതേപോലെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങൾ എന്ന് പറയുന്നത് 9. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 72ഉം 9ഉം പഠിച്ചു വയ്ക്കുക. 72 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരും, അതേപോലെ തന്നെ ആദ്യ സമ്മേളനത്തിലെ പ്രമേയങ്ങൾ എന്ന് പറയുന്നത് 9ഉമാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഇന്റർനാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്തത് അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ശരിയാണോ തെറ്റാണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു. ആണോ? അല്ല, അത് AO ഹ്യൂമാണ് ആദ്യ സെക്രട്ടറി. അപ്പോൾ ആരായിരുന്നു WC ബാനർജി? ഫസ്റ്റ് പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ WC ബാനർജി, അല്ലെങ്കിൽ എന്താണ്, ഉമേഷ് ചന്ദ്ര ബാനർജി എന്ന് പറയുന്നത് ആദ്യ പ്രസിഡൻ്റ് ആയിരുന്നു. ഓക്കെ, ഇനി INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. ശരിയാണ്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. അതും ശരിയാണ്. എത്ര പ്രമേയങ്ങളായിരുന്നു? 9 പ്രമേയങ്ങളായിരുന്നു പാസ്സാക്കിയത്, അവതരിപ്പിച്ചത്. INCയുടെ 2ാം സമ്മേളനം നടന്ന മദ്രാസിലായിരുന്നു. ആണോ? അല്ല, INCയുടെ സെക്കൻഡ് സമ്മേളനം നടന്നത് കൽക്കട്ടയിലായിരുന്നു. കൽക്കട്ടയിൽ ദാദാഭായ് നവറോജി ആയിരുന്നു ആ സമയത്തെ പ്രസിഡന്റ്. ദാദാഭായ് നവറോജിയെ നമുക്ക് മറ്റെന്ത് പറയാം? പ്രത്യേകത, കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ പാഴ്സി മതക്കാരനാണ് ദാദാഭായ് നവറോജി. അത് ചോദിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ പാഴ്സി മതക്കാരനാര്, ആദ്യ വിദേശിയാര്, ആദ്യ മുസ്ലിം ആര് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇനി
ഇനിയിപ്പോൾ മദ്രാസ് നമുക്കറിയണ്ടേ, മദ്രാസിൽ എപ്പോഴായിരുന്നു മദ്രാസ് സമ്മേളനം നടന്നത്? എവിടെയാണ്? 1887 മദ്രാസ് സമ്മേളനം. അത് 3ാമത്തെ സമ്മേളനമായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി. ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു INCയുടെ 3ാം സമ്മേളനം 1887 മദ്രാസിൽ നടന്നത്. അതിന് പ്രത്യേകത എന്തൊക്കെയാണ്? കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ മുസ്ലിമാണ് ബദറുദ്ദീൻ തിയാബ്ജി. ആദ്യ പാഴ്സി മതക്കാരനെന്ന് ചോദിച്ചാൽ ആരാണത്? ദാദാഭായ് നവറോജിയാണ്. ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ അത് ജോർജ് യൂളാണ്. അത് അടുത്ത സമ്മേളനമാണ് 1888 അലഹബാദ് സമ്മേളനത്തിലാണ് ജോർജ് യൂള് പ്രസിഡന്റ് ആകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു യൂറോപ്യനാണ്. അതായത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ അത് ജോർജ് യൂളാണ്. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ മദ്രാസിനാണ്. ഈ മദ്രാസിൻ്റെ പ്രത്യേകത എന്താണ്? കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമായിരുന്നു എന്തെന്ന് പറയുന്നത്? ദക്ഷിണേന്ത്യൻ നഗരമായിരുന്നു മദ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഏക മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ അഥവാ C. ശങ്കരൻ നായർ. പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് പ്രസിഡൻ്റായത്? ഏത് സമ്മേളനമാണ്? 1897 അമരാവതി സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ എന്താകുന്നത്? പ്രസിഡൻ്റ് ആകുന്നത്. ഓക്കെ, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന ഏക മലയാളി, കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന 2ാമത്തെ ദക്ഷിണേന്ത്യൻ, അങ്ങനെയും ചോദിക്കാം. 2ാമത്തെ ദക്ഷിണേന്ത്യനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ചേറ്റൂർ ശങ്കരൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ ദക്ഷിണേന്ത്യൻ ആരാണെന്ന് അറിയണ്ടേ? ആരാണ് ഫസ്റ്റ് ദക്ഷിണേന്ത്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് അനന്ത ചാർലുവാണ്. P. അനന്ത ചാർലുവാണ് ആദ്യ ദക്ഷിണേന്ത്യൻ എന്ന് പറയുന്നത്. അനന്ത ചാർലു എവിടത്തെയാണ്? 1891 നാഗ്പൂർ സമ്മേളനത്തിലാണ് അനന്ത ചാർലു നമ്മുടെ പ്രസിഡന്റ് ആകുന്നത്. ഈ സമ്മേളനത്തിലാണ് കോൺഗ്രസിൻ്റെ പേരിനോടൊപ്പം നാഷണൽ എന്ന് കൂട്ടിച്ചേർക്കുന്നത്. ഈ ഒരു സമ്മേളനത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? പാലക്കാട്ടുകാരനായ അതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ അമരാവതി സമ്മേളനമാണ്. നെക്സ്റ്റ് നോക്കിക്കേ, അമരാവതി കോൺഗ്രസ് സമ്മേളനം 1897 അധ്യക്ഷത വഹിച്ചതാരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. കണ്ടോ, നമുക്ക് എന്താണ് ഇതൊക്കെ എല്ലാം കണക്റ്റഡ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചേക്കണമെന്നേ ഉള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് ആരാ? ചേറ്റൂർ ശങ്കരൻ നായർ. കണ്ടോ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ നമുക്കിത് LGSനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം. 10th ലെവലിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താ LGSന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോൺഗ്രസിൻ്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പ്രഖ്യാപിച്ചതാരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. കോൺഗ്രസിൻ്റെ സമാധാനപരമായ പതനത്തിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒത്തിരി തവണ PSC ചോദിച്ചതാണ്. എന്താണ്? കോൺഗ്രസിൻ്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പ്രഖ്യാപിച്ചതാണ് ആര്? കഴ്സൺ പ്രഭു. ഇനി നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത്, INCയെ നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അത് പട്ടാഭി സീതാരാമയ്യയാണ് നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടതെന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എന്ന ആശയം ലോർഡ് ഡെഫറിൻ്റെ ബുദ്ധിയാണ് എന്ന് അഭിപ്രായപ്പെട്ടതാണ് ആര്? ലാലാ ലജ്പത് റായ്. ഓക്കെ, ഇനി പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് പറഞ്ഞത് A.O. ഹ്യൂമാണ്. A.O. ഹ്യൂം. അതേപോലെ രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന INCയെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് ബ്രിട്ടീഷുകാരാണ് രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി. പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാൽ. ഓക്കെ, ഇതൊക്കെ INCയുടെ വിശേഷണങ്ങളാണ്, പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായതാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റാണ് ആനി ബസന്റ്. ശരിയാണ്. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി, നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ, അതും ശരിയാണ്. എവിടെയായിരുന്നു? 1887 മദ്രാസ് സമ്മേളനത്തിലെ പ്രസിഡന്റ് ആയിരുന്നു ആര്? ബദറുദ്ദീൻ തിയാബ്ജി. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. അതും ശരിയാണ്. ഗാന്ധിജി ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത് 1925 അല്ല, 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി എന്താകുന്നത്? ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. സോ നമുക്ക് വേണ്ടത് ശരിയല്ല, അപ്പോൾ 1, 2, 3 ഇവിടെ ശരിയായിട്ട് വരുന്നത്. സോ ഈ ബെൽഗാം എവിടെയാണ്? ബെൽഗാം കർണാടകത്തിലാണ് ബെൽഗാം. ഓക്കെ, ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായ ഏക സമ്മേളനം ചോദിച്ചാലും അത് ഏതാണ്? ബെൽഗാം സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡൻ്റായി വരുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. 1, 2, 3 ശരി. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്.
ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഇത്? ബെൽഗാം സമ്മേളനം 1924. LGSന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലേ, ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? അത് ആനി ബസന്റ് ആണ് ആദ്യ വനിതാ പ്രസിഡന്റ്. ഇനി ഇവർക്ക് എല്ലാവർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. സരോജിനി നായിഡുവിനും അതേപോലെ തന്നെ നെല്ലിസൺ ഗുപ്തയ്ക്കും സോണിയാഗാന്ധിക്കും ഒക്കെ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാത്ത വനിതയായിരുന്ന? ആനി ബസന്റ് ഉണ്ട്, സരോജിനി നായിഡു, ലക്ഷ്മി പണ്ഡിറ്റ്, നെല്ലിസൺ ഗുപ്ത. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പം നമുക്ക് ഇനി നോക്കാവുന്ന എന്തൊക്കെയാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ വനിതകൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആനി ബസന്റ് ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ, വിദേശ വനിത എന്ന് ചോദിച്ചാൽ, അല്ല ആദ്യ വനിത എന്ന് ചോദിച്ചാലും അത് ആനി ബസന്റ് ആണ്. 1917 കൽക്കട്ട സമ്മേളനത്തിലാണ് ആനി ബസന്റ് എന്താകുന്നത്? പ്രസിഡന്റ് ആകുന്നത്. നെക്സ്റ്റ് ആണ് നമ്മുടെ സരോജിനി നായിഡു. സരോജിനി നായിഡു 1925 1925 എന്ന് പറയുമ്പോഴേക്കും സരോജിനി നായിഡു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത അങ്ങനെയായിരിക്കും ചോദിച്ചാൽ അല്ലെങ്കിൽ രണ്ടാമത്തെ വനിത എന്ന് ചോദിച്ചാലും ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാലും അതാരാണ്? സരോജിനി നായിഡു ആണ്. എവിടെയാണ്? കാൺപൂർ സമ്മേളനത്തിലാണ്. ഈ സമ്മേളനത്തിലാണ് ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കി മാറ്റുന്നത്. INCയുടെ ഔദ്യോഗിക ഭാഷയാക്കി ഹിന്ദി മാറ്റുന്നത് ഈ സരോജിനി നായിഡു അധ്യക്ഷയായ 1925 കാൺപൂർ സമ്മേളനത്തിലാണ്. അടുത്തതാണ് നെല്ലിസൺ ഗുപ്ത 1933. നെല്ലിസൺ ഗുപ്തയും എവിടെയാണ്? കൽക്കട്ടയാണ്. നെല്ലിസൺ ഗുപ്തയുടെ പ്രത്യേകത എന്താണ്? സെക്കൻഡ് വിദേശി. നെല്ലിസൺ ഗുപ്ത എന്ന പേര് കാണുമ്പോൾ ഇന്ത്യക്കാരിയാണെന്ന് വിചാരിക്കരുത്. അത് ആരാണ്? ഒരു വിദേശ വനിതയാണ്. യഥാർത്ഥ പേരെന്താണ്? എഡിത്ത് എല്ലഗ്ര എന്ന പേരാണ് നെല്ലിസൺ ഗുപ്തയുടെ യഥാർത്ഥ പേര്. 1933 കൽക്കട്ട സമ്മേളനം. എന്താണ് അപ്പോൾ പ്രത്യേകത എന്താണ്? കോൺഗ്രസ് പ്രസിഡന്റ് രണ്ടാമത്തെ വിദേശ വനിതയും മൂന്നാമത്തെ വനിതയും. അതാണ് പ്രത്യേകത. രണ്ടാമത്തെ ആനി ബസന്റ്, ഒന്നാമത്തെ വിദേശി നെല്ലിസൺ ഗുപ്ത. ഒന്നാമത്തെ ഇന്ത്യക്കാരി ആരാണ്? സരോജിനി നായിഡു. രണ്ടാമത്തെ വനിത ആരാണ്? സരോജിനി നായിഡു. ഇതൊക്കെ നമുക്ക് തിരിഞ്ഞു പോകുന്നതാണ്. അടുത്താണ് ആരാണ്? ഇന്ദിരാഗാന്ധി. 1959 ഇന്ദിരാഗാന്ധി സമ്മേളനത്തിൽ. അത് എവിടെയാണ്? ഡൽഹിയിലെ പ്രത്യേക സമ്മേളനത്തിലാണ്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ചോദിക്കാം. ആരാണത്? ഇന്ദിരാഗാന്ധിയാണ്. 1959. നെക്സ്റ്റ് ആണ് സോണിയാഗാന്ധി. 1998 സോണിയാഗാന്ധി. അതും എവിടെയാണ്? കൽക്കട്ട സമ്മേളനമാണ്. ഓക്കെ, സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വനിതയാണ്. അതേപോലെ തന്നെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തുടർച്ചയായി പ്രസിഡന്റ് സ്ഥാനമേറ്റത് നമ്മുടെ സോണിയാഗാന്ധിയാണ്. ഏത് വർഷം മുതൽ? 1998 മുതൽ ഈ കഴിഞ്ഞ 2017 വരെ സോണിയാഗാന്ധി ആയിരുന്നു അധ്യക്ഷയായിരുന്നത്, പ്രസിഡന്റ് ആയിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിൻ്റെ 125-ാം വാർഷികത്തിൽ പ്രസിഡൻ്റായിരുന്നതും സോണിയാഗാന്ധിയാണ്. 125-ാം വാർഷികം. അപ്പോൾ ഇത് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കാം. ചിലപ്പോൾ ഈ 5 പേരെ തന്നിട്ട് ചിലപ്പോൾ ചോദിക്കാം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വനിതകൾ ആരൊക്കെയെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്ത ഒരാൾ ആരാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റുന്നത് എന്താണ്? ഇതിനെ കാലഗണനാക്രമത്തിൽ അറേഞ്ച് ചെയ്യാനായിരിക്കും. അപ്പോൾ ആനി ബസന്റാണ് ആദ്യത്തെ കൽക്കട്ട സമ്മേളനം 1917. സരോജിനി നായിഡു 1925 കാൺപൂർ സമ്മേളനം. നെല്ലിസൺ ഗുപ്ത 1933 കൽക്കട്ട സമ്മേളനം. ഇന്ദിരാഗാന്ധി 1959 ഡൽഹി സമ്മേളനം. സോണിയാഗാന്ധി 1998 കൽക്കട്ട സമ്മേളനം. ഓക്കെ, ഇനി എന്താണ്? ഇനി പ്രസിഡൻ്റായ വിദേശികൾ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യ വിദേശി ആരാണ്? ജോർജ് യൂളാണ് ആദ്യ വിദേശി. 1888 ആദ്യ വിദേശി വരുന്നത്. രണ്ടാം വിദേശി വില്യം വെഡർബേൺ. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഈ 2 പേരുടെ പേര് ചോദിച്ചിട്ടുണ്ട്. ആദ്യ വിദേശി ആരാണെന്നും അതേപോലെ തന്നെ രണ്ടാമത്തെ വിദേശി ആരാണെന്ന്. 1888 അലഹബാദ് സമ്മേളനത്തിലാണ് നമ്മുടെ ജോർജ് യൂള് പ്രസിഡൻ്റ് ആകുന്നത്. അലഹബാദ് സമ്മേളനം. അതിനൊത്തിരി വേറെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ അല്ല, ഈ വില്യം വെഡർബേണിന് ഒത്തിരി പ്രത്യേകതകളാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശി, ആദ്യ വിദേശി ജോർജ് യൂള്, രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ. 2 പ്രാവശ്യം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക വിദേശി എന്ന് ചോദിച്ചാൽ ആരാണത്? വില്യം വെഡർബേൺ ആണ്. 1889 1910 1989 ബോംബെ സമ്മേളനമാണ്. അതേപോലെ തന്നെ
വില്യം വെഡർബേണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനാണ് ആര്? A.O. ഹ്യൂം അഥവാ അലൻ ഒക്ടേവിയൻ ഹ്യൂം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് ആര്? വില്യം വെഡർബേൺ. അങ്ങനെ ചോദിക്കാം, കോൺഗ്രസിൻ്റെ സ്ഥാപകനായ അലൻ ഒക്ടേവിയൻ ഹ്യൂമിൻ്റെ ജീവചരിത്രം എഴുതിയത് ആരാണ്? വില്യം വെഡർബേൺ ആണ്. സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ സമ്മേളനമായിരുന്നു 1889 ബോംബെ സമ്മേളനം. അതായത് നമ്മുടെ പണ്ഡിത രമാബായിയൊക്കെ ഉൾപ്പെടെ 10 പേരോളം 10 സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 1889 ബോംബെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് ആൽഫ്രഡ് വെബ്, ഹെൻറി കോട്ടൺ, ആനി ബെസന്റ്, നെല്ലിസൺ ഗുപ്ത. ഇവർ രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? അത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവും. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ക്ലെമൻ്റ് ആറ്റ്ലിയാണ്. ക്ലെമൻ്റ് ആറ്റ്ലിയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? JB കൃപലാനിയാണ്. JB കൃപലാനി. നമുക്ക് നോക്കാം, ആ സമയത്തെ ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴുള്ള ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനാണ്. ജോർജ് ആറാമൻ. ഇനി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? നമ്മളിപ്പോൾ പറഞ്ഞു ആരാണ്? ക്ലെമൻ്റ് ആറ്റ്ലി. ക്ലെമൻ്റ് ആറ്റ്ലി. ഇനി INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. JB കൃപലാനിയാണ് INC പ്രസിഡന്റ്. ആ സമയത്തെ വൈസ്രോയി ആരാണ്? വൈസ്രോയി ചോദിച്ചാൽ ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. മൗണ്ട് ബാറ്റൻ. ഇനി ആ സമയത്തെ മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആ സമയത്തെ KPCCയുടെ അധ്യക്ഷൻ ആരാണ്? KPCCയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് K കേളപ്പനായിരുന്നു. K കേളപ്പൻ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന പാർട്ടിയാണ് ഏത്? ലേബർ പാർട്ടി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. അതിന് മുമ്പ് ആരായിരുന്നു? വൈസ്രോയി ആയിരുന്നു. അതിന് നമ്മൾ ഗവർണർ ജനറലാക്കി മാറ്റുന്നുണ്ട്. ആരാണത്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ചോദിച്ചാൽ ആരാണത്? മൗണ്ട് ബാറ്റൻ പ്രഭു. അതിനുശേഷമാണ് ഗവർണർ ജനറൽ എന്ന പോസ്റ്റിലാക്കി മാറ്റുന്നത്. ഇനി മൗണ്ട് ബാറ്റൻ പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതി ഉണ്ട്. അതെന്താണ്? അതായത് ഇന്ത്യയുടെ വിഭജന പദ്ധതി നടപ്പിലാക്കിയതാണ് നമ്മുടെ മൗണ്ട് ബാറ്റൻ. അതിനെയാണ് നമ്മൾ മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് പറയുന്നത്. അതറിയപ്പെടുന്ന മറ്റു പേരുകളാണ് എന്ത്? ജൂൺ 3 പദ്ധതി. ജൂൺ 3 പദ്ധതി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. അതേപോലെ ബാൽക്കൺ പദ്ധതി എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. അതേപോലെ ഡിക്കി ബേർഡ് പദ്ധതി എന്ന് പറയുന്നതും എന്താണ്? മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. അപ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭുവായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. അതായത് ഇന്ത്യയുടെ വിഭജന പദ്ധതി നടപ്പിലാക്കിയതാണ് ഈ മൗണ്ട് ബാറ്റൻ എന്ന് പറയുന്നത്. മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കിയ ആക്ട് എന്ന് പറയുന്നത് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റാണ്. ഇദ്ദേഹം 1979 അയർലൻഡിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വരാജ് നമ്മുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. സ്വരാജ് നമ്മുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചത് കൽക്കത്ത സമ്മേളനമാണ്. കൽക്കത്ത സമ്മേളനത്തിൻ്റെ മറ്റ് പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ 1906 ഇവിടെ നമുക്ക് ലാഹോർ സമ്മേളനമായിട്ടൊരു കൺഫ്യൂഷൻ വരും. അത് അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് തീർത്ത് തരാം. ഓക്കെ, അപ്പോൾ സ്വരാജ് നമ്മുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ അത് 1906 കൽക്കത്ത സമ്മേളനമാണ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. അതേപോലെ തന്നെ മറ്റൊന്നാണ് സ്വദേശി എന്ന മുദ്രാവാക്യം. സ്വദേശി എന്ന മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ അത് ഏതാണ്? അത് 1900 മുന്നത്തെ വർഷം 1905 ബനാറസ് സമ്മേളനമാണ്. ബനാറസ് സമ്മേളനത്തിന് അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇത് രണ്ടും ഒന്ന് നോക്കി വയ്ക്കുക, തിരിഞ്ഞു പോകരുത്. സ്വരാജ് നമ്മുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചത് 1906 കൽക്കത്ത സമ്മേളനവും സ്വദേശി എന്ന മുദ്രാവാക്യം മുഴക്കിയത് 1905 ബനാറസ് സമ്മേളനമാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ലാഹോർ സമ്മേളനം. എന്താന്ന് നോക്കിക്കേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? ഓപ്ഷൻ സി, ലാഹോർ സമ്മേളനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലാഹോർ സമ്മേളനത്തെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. 1929 INC സമ്മേളനത്തിൻ്റെ വേദിയാണ് ഇത്? ലാഹോർ.
അതിൻ്റെ അധ്യക്ഷനാണ് ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ആദ്യ സമ്മേളനം ചോദിച്ചാലും അത് ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. ഈ സമ്മേളനത്തിലാണ് 1930 മുതൽ എന്താക്കി ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അതിനോടുള്ളൊരു സ്മരണാർത്ഥമാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്? ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് എന്ത്? ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ സമ്മേളനം ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ 29 ലാഹോർ സമ്മേളനമാണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? സ്വരാജ് നമ്മുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചത് 1906 കൽക്കട്ട സമ്മേളനം. പൂർണ്ണ സ്വരാജ് എന്ന ലക്ഷ്യം, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയതാണ് 1929 ലാഹോർ സമ്മേളനം. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ലാഹോർ സമ്മേളനമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുകളയരുത്. പൂർണ്ണ സ്വരാജ് നമ്മുടെ ലക്ഷ്യവും രണ്ടും കൂടി തിരിഞ്ഞു പോകരുത്. ഓക്കെ, ഇനി എന്താണ് പഠിക്കാനുള്ളത്? നമ്മുടെ ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന ഔദ്യോഗികമായി ഭരണഘടന ആശയം, അതായത് ഒരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്, ആ ഒരു ആശയം കൊണ്ടുവന്നത് ഏത് സമ്മേളനമാണെന്ന് ചോദിക്കാറുണ്ട്. ഏത് സമ്മേളനമാണ്? അത് 1935 ബോംബെ സമ്മേളനത്തിലാണ് ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1935 ബോംബെ സമ്മേളനമാണ്. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അധ്യക്ഷൻ. ഇനി ഭരണഘടന വേണമെന്ന് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്, ഇതൊരു ആശയം മാത്രമേ അവിടെ ചർച്ച ചെയ്തുള്ളൂ. ഇനി അത് ഔദ്യോഗികമായിട്ട് എന്താണ് അംഗീകരിക്കുന്നത്? ഫൈസാപൂർ സമ്മേളനമാണ്. 1936 നടന്ന ഫൈസാപൂർ സമ്മേളനത്തിലാണ് എന്ത് നടക്കുന്നത്? അതിൻ്റെ അധ്യക്ഷനും നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഭരണഘടന എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് 35 ബോംബെ സമ്മേളനവും ഭരണഘടന വേണമെന്ന് ഔദ്യോഗികമായി അംഗീകരിച്ചത് നമ്മുടെ 1936-37 കാലഘട്ടത്തിൽ നടന്ന ഫൈസാപൂർ സമ്മേളനമാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷനായിരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് സുഭാഷ് ചന്ദ്രബോസിനോട് മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തി ആരാണ്? അത് നമ്മുടെ പട്ടാഭി സീതാരാമയ്യയാണ്. 1939 ത്രിപുരി സമ്മേളനം, ത്രിപുരി എവിടെയാണ്? നമ്മുടെ മധ്യപ്രദേശിലെ ത്രിപുരി സമ്മേളനത്തിലാണ് എന്ത് വരുന്നത്? ആദ്യമായിട്ട് INCയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. ആദ്യമായിട്ട് INCയിൽ തിരഞ്ഞെടുപ്പ് വരുന്ന 1939 ത്രിപുരി സമ്മേളനമാണ്. ത്രിപുരി എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. അവിടെ INC പ്രസിഡന്റായ വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, തെരഞ്ഞെടുപ്പിലൂടെ INC പ്രസിഡന്റായ ആദ്യ വ്യക്തി എന്ന് ചോദിക്കാം. ആരാണത്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്, അദ്ദേഹം ആരെയാണ് പരാജയപ്പെടുത്തിയത്? പട്ടാഭി സീതാരാമയ്യയാണ്. ഓക്കെ, ഇത് ഏത് വർഷമാണ്? 1939. അതിനു മുമ്പ് 1938 ഹരിപുര സമ്മേളനത്തിലും ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു അധ്യക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1939 കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റതാര്? ആരാണ്? പട്ടാഭി സീതാരാമയ്യ. ജയിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. 1890 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച മഹിളാ നേതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? കാദംബരി ഗാംഗുലിയാണ്. 1890 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച മഹിളാ നേതാവ്. 1890 എവിടെയായിരുന്നു സമ്മേളനം? കൽക്കത്ത. അതോടെ പറഞ്ഞിട്ടുണ്ടല്ലേ, കൽക്കത്ത സമ്മേളനം. ആരായിരുന്നു അധ്യക്ഷൻ ഫിറോസ് ഷാ മേത്തയായിരുന്നു അധ്യക്ഷൻ. മറ്റ് പ്രത്യേകത, അതായത് ഫിറോസ് ഷാ മേത്ത എന്ന് പറയുന്നത് രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റാണ്. ആദ്യ പാഴ്സി മതക്കാരൻ ആരായിരുന്നു? നമ്മൾ പറഞ്ഞതാണല്ലേ, ദാദാഭായ് നവറോജിയാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ പാഴ്സി മതക്കാരൻ. രണ്ടാമത്തെ പാഴ്സി മതക്കാരൻ ചോദിച്ചാൽ ആരാണത്? ഫിറോസ് ഷാ മേത്തയാണ്. ആദ്യമായി ഒരു വനിത കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതാണ് ആര്? കാദംബരി ഗാംഗുലി. 1890 കൽക്കത്ത സമ്മേളനം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി ജനഗണമന ആലപിക്കുന്നത്? ഏത് സമ്മേളനത്തിലാണ്? അത് നമ്മുടെ കൽക്കത്ത സമ്മേളനത്തിലാണ്. ജനഗണമന നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നമുക്കറിയാം, ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ജനഗണമന രചിച്ചതാരാണ്? രവീന്ദ്രനാഥ
നാഥ ടാഗോറാണ് ജനഗണമന രചിച്ചത്. എത്ര സെക്കൻഡ്? 52 സെക്കൻഡാണ് ജനഗണമന പാടാനായിട്ട് വേണ്ടത്. ദേശീയഗാനമായി അംഗീകരിക്കപ്പെട്ടത് എന്നാണ് 1950 ജനുവരി 24-നാണ് ജനഗണമന ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. ജനഗണമനയെ ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ്? അതും ടാഗോറാണ്. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി പാടിയത്? കൽക്കത്ത സമ്മേളനം. കണ്ട, ഒരേ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു മറിച്ചൊക്കെ പണ്ട് 2017 തന്നെ ചോദിച്ചാണ് ഈ 2 ക്വസ്റ്റ്യൻസും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വരാജ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏത്? സ്വരാജ് അന്തിമ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ചത് എവിടെയാണ്? ലാഹോർ സമ്മേളനത്തിലാണ്. ഓക്കെ, മറ്റേതെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? സ്വരാജ് നമ്മുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്നത്. സ്വരാജ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിക്കുന്നത് എവിടെയാണ്? ലാഹോർ സമ്മേളനത്തിലാണ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം എവിടെയാണ്? അത് ലാഹോറാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത് 1929 ലാഹോർ സമ്മേളനം. ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ഏത് വൈസ്രോയുടെ കാലത്താണ്? എവിടെയാണ്? ഡഫ്രിൻ പ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഏത് വർഷം? 1885 ഡിസംബർ 28-ന് സ്ഥാപിതമായത് ഡഫ്രിൻ പ്രഭുവിൻ്റെ കാലഘട്ടത്താണ്. ആദ്യ പ്രസിഡന്റാണ് ഉമേഷ് ചന്ദ്ര ബാനർജി അഥവാ WC ബാനർജി. ആദ്യ സെക്രട്ടറിയാണ് AO ഹ്യൂം. ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെയിലാണ്. ആദ്യ സമ്മേളനത്തിൽ 9 പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. 72 പേര് പങ്കെടുക്കുന്നുണ്ട്. INCക്ക് ആ പേര് നിർദ്ദേശിച്ച ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ആദ്യ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പേരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയും. അതായത് 1884 അലൻ ഒക്ടേവിയൻ ഹ്യൂം തുടങ്ങിയതാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ ആരാണത്? ജോർജ് യൂൾ. രണ്ടാമത്തെ ആരാണ്? വില്യം വെഡർബൺ. അത് രണ്ടും മാറിപ്പോകരുത്, പഠിച്ചു വെക്കുക. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? അത് ലക്നൗ ആണ്. 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയും നമ്മുടെ നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഈ ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് AC മജുംദാർ ആയിരുന്നു. AC മജുംദാർ. ഈ സമ്മേളനത്തിലാണ് മിതവാദികളും, നമുക്കറിയാം കോൺഗ്രസിൽ 2 ആൾക്കാരുണ്ട്, മിതവാദികളുമുണ്ട് അതേപോലെ തന്നെ തീവ്രവാദികളുമുണ്ട്. മിതവാദികളും തീവ്രവാദികളും തമ്മിൽ കൂടിച്ചേർന്ന സമ്മേളനമാണ് ഇത് 1916 ലക്നൗ സമ്മേളനം. അതേപോലെ INCയും മുസ്ലിം ലീഗും തമ്മിൽ കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതും 1916 ലക്നൗ സമ്മേളനത്തിലാണ്. ഈ ലക്നൗ എവിടെയാണ്? നമുക്കറിയാം UP യിലാണ് അല്ലേ? UP യിലാണ് ലക്നൗ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന സന്ധി ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? ലക്നൗ സന്ധിയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ 1916 അവർ എന്ത് ചെയ്യുന്നുണ്ട്? INCയും മുസ്ലിം ലീഗും തമ്മിൽ കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെയാണ് ലക്നൗ സന്ധി വരുന്നത്. ലക്നൗ സന്ധിയിൽ നമ്മുടെ INCക്ക് വേണ്ടി ഒപ്പുവെക്കണമല്ലോ. ഏത് സന്ധിയാണെങ്കിലും അതിന് ഒപ്പുവെക്കണം. INCക്ക് വേണ്ടി സൈൻ ചെയ്തത് ആരാണ്? അത് ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകൻ. അതേപോലെ മുസ്ലിം ലീഗിന് വേണ്ടി സൈൻ ചെയ്തതോ? മുസ്ലിം ലീഗിന് വേണ്ടി ഒപ്പുവെച്ചത് മുഹമ്മദ് അലി ജിന്നയുമാണ്. മുഹമ്മദ് അലി ജിന്നയാണ് മുസ്ലിം ലീഗിന് വേണ്ടി ഒപ്പുവെച്ചത്. 1916 INC സമ്മേളന വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ലക്നൗ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി. നമ്മൾ പറഞ്ഞതാണല്ലേ. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. അതായത് കോൺഗ്രസിന് 2 പാർട്ട് ഉണ്ടായിരുന്നു. ഒന്ന് എന്താണ്? മിതവാദികളും തീവ്രവാദികളും. ഈ മിതവാദി ദേശീയത ഘട്ടം എന്ന് പറയുന്നത് 1885 മുതൽ 1905 വരെയാണ് ആ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അതായത് മിതവാദി ഗ്രൂപ്പിൽ പെട്ടുന്ന ആരൊക്കെയായിരുന്നു? ഗോഖലെ ഉണ്ടായിരുന്നു, അതേപോലെ ദാദാഭായ് നവറോജി, അതേപോലെ ഫിറോസ് ഷാ മേത്ത, പിന്നെയുള്ളത് ബദറുദ്ദീൻ തിയാബ്ജി, പിന്നെ സുരേന്ദ്രനാഥ് ബാനർജി. ആദ്യ മുസ്ലിം പ്രസിഡന്റ്, ആദ്യ പാഴ്സി പ്രസിഡന്റ്, രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ്, പിന്നെ ഗോപാലകൃഷ്ണ ഗോഖലെയും സുരേന്ദ്രനാഥ് ബാനർജിയും. ഇത്രയും പേരായിരുന്നു മിതവാദി ഗ്രൂപ്പിലുള്ളത്. ഇനി തീവ്രവാദി ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ലാൽ പാൽ ബാൽ നമ്മൾ പഠിക്കുന്നതാണല്ലേ. ലാൽ പാൽ ബാൽ ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, അതേപോലെ ലാലാ ലജ്പത് റായ്. ഇവരാണ് തീവ്രവാദി ഗ്രൂപ്പിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് ആരായിരിക്കും? തീവ്രവാദികളുടെ നേതാവായിട്ടുണ്ടായിരുന്നത് അത് ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകൻ. ലാൽ പാൽ ബാൽ അല്ലേ? അതിൽ ബാലഗംഗാധര തിലകനാണ് തീവ്രവാദികളുടെ നേതാവ്.
സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ വ്യവസ്ഥിതി അംഗീകരിച്ച ആവടി കോൺഗ്രസ് സമ്മേളനം. ഇതൊക്കെ നമ്മൾ റെയറായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ നമ്മൾ റാങ്കിലേക്ക് എത്തിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആവടി കോൺഗ്രസ് സമ്മേളനം 1955 ആവടി എന്ന് പറഞ്ഞാൽ എവിടെയാണത്? തമിഴ്നാട്ടിലാണ് ആവടി. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് യു എൻ ദബ്ബാർ ആണ് ആവടി കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇൻ്റർനാഷണൽ കോൺഗ്രസ് സോഷ്യലിസം ലക്ഷ്യമായി അംഗീകരിച്ചത് എവിടെ കൂടി വെച്ച സമ്മേളനത്തിലാണ്? എവിടെയായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ വ്യവസ്ഥിതി അംഗീകരിച്ചത് ആവടി കോൺഗ്രസ് സമ്മേളനമാണ്. തുടർച്ചയായി 6 വർഷം ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? 6 വർഷത്തേക്കാണ്. ആരായിരുന്നു 6 വർഷത്തെ? അബ്ദുൽ കലാം ആസാദാണ് 6 വർഷം. അബ്ദുൽ കലാം ആസാദിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ ആരാണ്? അബ്ദുൽ കലാം ആസാദിൻ്റെയാണ്. അതായത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയ സമയത്ത് INCയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിക്കാം. ആരാണ്? അബ്ദുൽ കലാം ആസാദാണ്. അതേപോലെ മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം ഇമ്പോർട്ടൻ്റ് ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്ന സമയത്ത് INC പ്രസിഡന്റ് ആരാണ്? അബ്ദുൽ കലാം ആസാദാണ്. അതേപോലെ കോൺഗ്രസിൻ്റെ ഷോബോയ് എന്നറിയപ്പെടുന്നു. ഷോബോയ് എന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്ന. അപ്പോൾ എന്തൊക്കെയാണ്? തുടർച്ചയായി 6 വർഷം ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ INC പ്രസിഡൻ്റായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം INC പാസ്സാക്കപ്പെട്ടപ്പോൾ INCയുടെ പ്രസിഡന്റ് അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. അതേപോലെ ഷോബോയ് എന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് പങ്കുവഹിച്ചത് ആരാണ്? ആചാര്യ നരേന്ദ്രദേവാണ്. അതായത് റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 1930 ആണ് ഇന്ത്യയിൽ ഈ സോഷ്യലിസം എന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കാനായിട്ട് തുടങ്ങിയത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1934. ഓക്കെ, അപ്പോൾ എന്താണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചതാണെന്ന് ചോദിച്ചാൽ ആരാണ്? ആചാര്യ നരേന്ദ്രദേവാണ്. അതിലേപോലെ മറ്റുള്ള കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. ആരൊക്കെയായിരുന്നു? ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകുന്നവരാണ് ജവഹർലാൽ നെഹ്റു, അതേപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലിയൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് എ.ഒ. ഹ്യൂം സ്ഥാപിച്ച സംഘടന ഏതായിരുന്നു? നമ്മൾ പറഞ്ഞാണല്ലേ, ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ് നമ്മുടെ എ.ഒ. ഹ്യൂം ആരംഭിച്ച സംഘടന എന്ന് പറയുന്നത്. 1884 എ.ഒ. ഹ്യൂം ആരംഭിച്ചതാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് INCയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ഇതുവരെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്